ഹായ് ഫ്രണ്ട്സ്, ദിവസങ്ങൾക്ക് ശേഷം നിഫ്റ്റിയിൽ വീണ്ടും ഒരു കറക്ഷൻ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഹെൽത്തി കറക്ഷൻസ് നാം എപ്പോഴും സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നിഫ്റ്റി 25,000 ടച്ച് ചെയ്തപ്പോൾ ഇതേപോലെ പലപ്പോഴും കറക്ഷൻ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം നിഫ്റ്റിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് കഴിഞ്ഞ മാസത്തെ നമ്മൾ പരിശോധിച്ചാൽ ഓഗസ്റ്റ് 1-ാം തീയതി 25,010 എന്ന ലെവൽ ടച്ച് ചെയ്ത നിഫ്റ്റി പിന്നീട് താഴോട്ടേക്ക് വന്ന് 23,992 വരെ എത്തിയിരുന്നു. ഓഗസ്റ്റ് 6-നാണ് ആ 23,992 ലെവലിലേക്ക് താണുപോയത്. പിന്നീട് സെപ്റ്റംബർ 10-നാണ് 25,041 എന്ന ലെവലിലേക്ക് വീണ്ടും കയറിയത്. അതായത് കുറേ കാലം അവിടെ നിന്നതിന് ശേഷമാണ് പിന്നീട് 25,000-ലേക്ക് വരുന്നത്. എന്നാൽ ഈ 25,000 ടച്ച് ചെയ്തതിന് ശേഷം പിന്നെയും സെപ്റ്റംബർ 11-ാം തീയതി 24,918 താഴ്ന്നിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നെ ഗ്രാജുവലായിട്ട് വളർന്നു വന്നിട്ട് ഇപ്പോൾ സെപ്റ്റംബർ 25-നാണ് ഈ നിഫ്റ്റി 26,004 എന്ന ലെവലിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് വീണ്ടും ഇപ്പോൾ 25,810 ഇന്ന് താഴ്ന്നു പോയത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മളൊരു 27,000 ഒരു ലെവലിലേക്കുള്ള കയറ്റം ഒരുപക്ഷെ ഇതേപോലെ 25-ൽ നിന്ന് 26-ലേക്ക് വളരെ സ്പീഡായി വന്നതുപോലെ തന്നെ തിരിച്ചൊരു കയറ്റം ഉണ്ടാവാം. കാരണം ബുൾ മാർക്കറ്റിൽ ഏതൊരു കറക്ഷൻ നടക്കുമ്പോഴും തിരിച്ചുള്ള കയറ്റം ഭയങ്കര സ്പീഡിലാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം അതാണ് 25,000 താഴെ വന്ന നിഫ്റ്റി 26,000-ലേക്ക് വന്ന ആ സ്പീഡ് നോക്കുക. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന ഈ ഫ്ലക്ച്വേഷൻസ് തീർച്ചയായും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലുള്ള ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ ആണ് ഇതിന് കാരണമാകുന്നത്. കാരണം ഈ FIIsന്റെ ബൈങ് കൂടുതലായിട്ടും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 26,000 താഴേക്ക് ഈ നിഫ്റ്റി ഇന്ന് വന്നപ്പോൾ ആ വീഴ്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് താഴോട്ടേക്ക് വന്നിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസും പല IT സ്റ്റോക്കുകളും അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റോക്കുകളുമാണ്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് അതുപോലെ ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് കമ്പനികളിലാണ് കറക്ഷൻ നടന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം താഴോട്ടേക്ക് പോയത്. കൂടാതെ ഭാരതി എയർടെൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, SBI, TCS, ഇൻഫോസിസ്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളിലും ഒരു ഡിക്ലൈൻ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് കറക്ഷൻ്റെ കാരണങ്ങൾ എന്താണെന്നും അതുപോലെ ഇവിടെ ഒരു സെക്ടർ എന്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുമുള്ള അത്തരം കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പരിശോധിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ, അപ്പോൾ ഇന്നത്തെ ഒരു ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പിൽ ടോട്ടൽ ടോപ്പ് 100 കമ്പനികളിൽ 18 കമ്പനികൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 82 കമ്പനികൾ ഡൗൺ ആയിരുന്നു. എന്നാൽ നമ്മൾ സ്മോൾ ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സിൽ 116 സ്റ്റോക്കുകൾ മുന്നോട്ട് പോയപ്പോൾ 134 സ്റ്റോക്കുകൾ താഴോട്ടേക്കും. അത് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവിടെ കാണാൻ കഴിയും. അതായത് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളും തമ്മിൽ അന്തരം വളരെ കുറവാണ്. മൊത്തത്തിൽ ഈ സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് എന്നുള്ളതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലുള്ള ആ ഒരു ഡിക്ലൈനിന് കാരണമായിട്ടുള്ളത്. അതേപോലെ തന്നെ DIAസും അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ധാരാളമായിട്ട് ബൈ ചെയ്തത് ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. സെക്ടോറൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടറുകളും താഴോട്ടേക്ക് പോയപ്പോൾ മെറ്റൽ സെക്ടറിൽ അതിൻ്റെ റാലി തുടരുകയാണ്. അപ്പോൾ ഇത് കൃത്യമായ ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. ആ സൂചനകൾ എന്തെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ചൈനീസ് മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ മെറ്റൽ ഇൻഡെക്സിലുള്ള റാലിയും അതുപോലെ FIIsന്റെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു കാരണമാണ്. കാരണം മെറ്റൽ ഇൻഡെക്സ് റാലി നടക്കാൻ കാരണം ചൈനയിൽ ഉണ്ടായിട്ടുള്ള മെറ്റൽ ഡിമാൻഡ് വർദ്ധിച്ചതുകൊണ്ട്. അപ്പം ചൈനയിൽ ആ ഒരു ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണം അവർ ചൈനീസ് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ചില റിഫോംസ് ആണ്. അവിടെ അവർ ചില എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജുകൾ കൊണ്ടുവന്നുകൊണ്ട് ഇക്കണോമി സ്ലോ ഡൗൺ ആകുന്നതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകാൻ പോകുന്ന വമ്പിച്ച ഡെവലപ്മെൻറ്റിന് അതിൻ്റെ ഒരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ചൈനീസ് ഇൻഡെക്സുകളിൽ വലിയ തോതിലുള്ള മുന്നേറ്റം കാണാൻ കഴിയും. ഇപ്പോൾ CSI 300 3% അപ്പാണ്. ഷാങ്ഹായ് കോമ്പോസിറ്റ് 4.4% അപ്പായിരുന്നു ലാസ്റ്റ് വീക്ക്. കൂടാതെ 13% മൊത്തം റാലി കഴിഞ്ഞ ആഴ്ച നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇപ്പോൾ ചൈനീസ് സെൻട്രൽ ബാങ്ക് ഈ മോർട്ടഗേജ് റേറ്റുകൾ കുറച്ചുകൊണ്ട് ഹോം ലോണിനും അതുപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങളാണ് ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് തീർച്ചയായും ആ ചൈനീസ് എക്കണോമിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് തിരിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സെപ്റ്റംബർ 27-നുള്ള സെയിൽസ് സ്റ്റാറ്റ് നോക്കിയാൽ 1,209 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു അവർ.
പക്ഷേ അവിടെ ഇൻകമിങ്, അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് ഇൻഫ്ലോ 57,000 കോടിയായിട്ട് കഴിഞ്ഞ മാസം വർദ്ധിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ശക്തമായ സെല്ലിംഗ് നടത്തുന്നുണ്ടെങ്കിലും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ശക്തമായി ബൈങ് ചെയ്യുന്നത് കൊണ്ടും അതേപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ പാർട്ടിസിപ്പേഷനും കാരണം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡെക്സുകളിൽ വലിയ തോതിലുള്ള കറക്ഷൻ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു ഇന്നത്തെ കറക്ഷൻ തന്നെ ഒരു ടെമ്പററി എഫക്റ്റ് ആവാനാണ് സാധ്യത. എന്നാൽ ചില ടെൻഷൻസ് മാർക്കറ്റിൽ ഉണ്ട്. അത് ഒന്ന് പ്രധാനമായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസാണ്. അതായത് ഇസ്രായേലും ലബനോണിൽ നടക്കുന്ന അത്തരത്തിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ചില നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ US ചില എക്കണോമിക് ഡാറ്റകൾ ഇനിയും വരാൻ പോകുന്നുണ്ട്. അതുകൂടാതെ ഇന്നത്തെ പവലിൻ്റെ സ്പീച്ച്, ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിൻ്റെ ഇന്നത്തെ സ്പീച്ച് മാർക്കറ്റ് അവറിലാണ് വന്നത്. അതും ചില നെർവസ്നെസ് സൃഷ്ടിക്കുന്നുണ്ട്. ഇനിയും ഈ ഫെഡറൽ റിസർവ് അവരുടെ റേറ്റ് കട്ട് നവംബറിൽ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിനെ അനലൈസ് ചെയ്തുകൊണ്ട് അനലിസ്റ്റുകൾ പറയുന്നു. കൂടാതെ നമുക്കറിയാം ഇന്ത്യൻ എക്കണോമി പോലെയല്ല, അമേരിക്കൻ എക്കണോമിയിൽ നിരന്തരമായി ഡാറ്റകൾ വന്നുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും പല ഡാറ്റകളും വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രധാനമായിട്ടും GDP അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോ സെയിൽസ് ഇങ്ങനെയുള്ള കുറച്ച് ഡാറ്റകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ അമേരിക്കൻ മാർക്കറ്റിൽ അങ്ങനെയല്ല. അവിടെ നിരന്തരം ഡാറ്റകൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഓരോ ഫ്ലക്ച്വേഷൻസും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കാറുമുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരം ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഇപ്പം നമ്മൾ കാണുന്ന ഒരു മാറ്റം മെറ്റൽ സ്റ്റോക്കുകളിലാണ്. ഇന്നത്തെ ഈ ഒരു എല്ലാ സെക്ടോറൽ ഇൻഡെക്സുകളും താഴോട്ട് പോയപ്പോഴും മെറ്റൽ ഇൻഡെക്സിൽ നല്ലൊരു മുന്നേറ്റം നടന്നതായിട്ട് കാണാം. 15 സ്റ്റോക്കുകളിൽ 12 സ്റ്റോക്കുകളും മുന്നോട്ടേക്ക് പോയതായി കാണാം. 3 സ്റ്റോക്കുകൾ മാത്രമാണ് താഴോട്ടേക്ക് വന്നത്. അതിൽ NMDC 4% അപ്പായിരുന്നു. APL അപ്പോളോ 3% അപ്പായിരുന്നു. വെൽസ്പൺ കോർപ്പറേഷൻ 3% അപ്പാണ്. JSW സ്റ്റീൽ ഏകദേശം 3% അപ്പ് കാണിച്ചതായി കാണാം. ഇതേപോലെ നാഷണൽ അലൂമിനിയം, ജിൻഡാൽ സ്റ്റീൽ, അതുപോലെ ഹിൻഡാൽകോ, രത്നമണി, ടാറ്റ സ്റ്റീൽ പോലെയുള്ള പല പ്രധാനപ്പെട്ട മെറ്റൽ സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചൈനീസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇപ്പോൾ ചൈനയിലുള്ള ഷാങ്കായി, അതുപോലെ ഗ്വാൻസോ, അതുപോലെ ഷെൻസൺ പോലെയുള്ള സിറ്റികളിൽ 15% ഈ അയൺ ഓർ അതായത് ഇരുമ്പ് അയിരിൻ്റെ വില വർദ്ധിച്ചതായിട്ടാണ് അവിടെ നിന്നുള്ള പ്രസ് റിലീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന പ്രോപ്പർട്ടി സെക്ടറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബോധപൂർവമായ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കാരണം അവിടെ എക്കണോമിയിൽ ബൂസ്റ്റിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും അധികം മെറ്റൽ കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ മെറ്റലിൻ്റെ ഡിമാൻഡ് വൻതോതിൽ അവിടെ വർദ്ധിക്കുകയാണ്. അപ്പോൾ അയൺ ഓറിൻ്റെ അഥവാ ഇരുമ്പ് അയിരിൻ്റെ ഫ്യൂച്ചേഴ്സ് സിംഗപ്പൂർ എക്സ്ചേഞ്ചിൽ വർദ്ധിച്ചതായിട്ട് ഡാറ്റകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ജൂലൈയിലുണ്ടായിരുന്ന ആ ഒരു ഹൈയിലേക്ക് തിരിച്ചെത്തിയതായിട്ട് നമുക്ക് ചാർട്ടുകളിൽ നിന്ന് കാണാം. കൂടാതെ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിലും ഇതേപോലെ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ഒക്കെ പ്രൈസ് വർദ്ധിച്ചതായിട്ടും കാണാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് മെറ്റൽ സ്റ്റോക്കുകളിൽ ഒരു ഉണർവ് വന്നിരിക്കുകയാണെന്നാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മെറ്റൽ സ്റ്റോക്കുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടേതായ പഠനങ്ങൾ നടത്തുക, എന്നിട്ട് കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.